പാലക്കാട് ഒറ്റപ്പാലം കോതകുറിശ്ശിയിൽ വയോധികയ്ക്കു നേരെ ക്രൂരമർദ്ദനം. ദമ്പതികൾ ചേർന്നാണ് 60-കാരിയെ മർദ്ദിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അവരെ പറ്റി അപരാധം പറയുന്നെന്ന് പറഞ്ഞ് അവരെ കടയിൽ തന്നെ വിളിച്ചു വരുത്തിയത് അവൾ അങ്ങനെ കാറിൽ വന്നിട്ട് എന്നെ അടിക്കുക ചെയ്തത്. എന്താന്നുള്ള കാരണം ചോദിക്കാനും കൂടെ ഉള്ള ഒരു അവസരം എനിക്ക് തന്നില്ല. അങ്ങനെ വന്നിട്ട് അടിച്ചു. അതിൻ്റെ ഒപ്പം ഉള്ള ഭർത്താവ് അടിച്ചിട്ട് ആകെ മകനൊക്കെ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ് എന്തിനങ്ങനെ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയി കേസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഈ എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് കേസ് കൊടുക്കടി ചെറുമീന്ന് പറഞ്ഞിട്ട് പിന്നെ അടിയുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു മറിച്ച് അടിച്ചിട്ടുണ്ട്. ചെവിയുടെ പാടയ്ക്ക് പൊട്ടിയിട്ടുണ്ട്. മോക്ക് നീര് വന്ന് എൻ്റെ കണ്ണിൻ്റെ അവിടെയൊക്കെ ചോര കങ്ങിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ദമ്പതികൾ ഇവരുടെ ബന്ധുക്കളോ അയൽവക്കക്കാരോ ആരോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇത് എന്താണ് ഇവർ പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചത്? ഈ 60-കാരിയെ ക്രൂരമായി മർദ്ദിച്ചതിന് പ്രധാനപ്പെട്ട കാരണം ആ ഒരു കടയിൽ ജോലി ചെയ്തിരുന്നു. ആ കടയുടെ ഉടമസ്ഥരാണ് സൈനവയും ഭർത്താവും. ഈ സൈനബയുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. അങ്ങനെ അവരെ കുറിച്ച് അപവാദം പറയുന്നുവെന്ന ആക്ഷേപം കുറച്ച് ദിവസങ്ങളായി അവർ ഉയർത്തിയിരുന്നു. അങ്ങനെയാണ് കടയിലേക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ കടയിലേക്ക് വിളിച്ചു വരുത്തിയ ഉടൻ തന്നെ സൈനബ മുഖത്തേക്ക് അടിച്ചുവെന്നും ഭർത്താവും ചേർന്ന് മർദ്ദിച്ചുവെന്നുമാണ് പരാതി. എന്തായാലും ഈ ആശുപത്രി രേഖകളിൽ നിന്ന് ചെവിയുടെ കർണപടത്തിന് കാര്യമായ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും അതിന് വിദഗ്ധ ചികിത്സ വേണമെന്നും എഴുതിയിട്ടുണ്ട്. എന്തായാലും ഒറ്റപ്പാലം പോലീസ് ഇപ്പോൾ ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചതിനടക്കം കേസ് എടുത്തിട്ടുണ്ട്, എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികളെ എന്തായാലും ഇതുവരെ പിടികൂടിയില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം നടന്നത്. എന്തായാലും വയോധികരുടെ പരിക്ക് മുഖത്തെ പരിക്ക് മാത്രമല്ല, ശരീരത്തിൽ പലയിടങ്ങളിലും അടിയേറ്റ പാടുകളും ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.